പച്ചമാങ്ങയും കൊഞ്ചും ഉണ്ടോ? എങ്കിൽ നമുക്ക് തനി നാടൻ രുചിയിലൊരു കൊഞ്ച് മാങ്ങ പച്ചക്കറി ഉണ്ടാക്കിയാലോ? ചോറിൻ്റെ കൂടെ കഴിക്കാനൊരു ബെസ്റ്റ് കോംബോ ആണ് ഇവന്, ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ? ഇതിന് വേണ്ടിയിട്ട് കൊഞ്ച്, പച്ചമുളക്, ഇഞ്ചി, മുരിങ്ങക്കായ, പച്ചമാങ്ങ, സവാള, കിഴങ്ങ്. സാധാരണഗതിയിൽ നമ്മൾ ചക്കക്കുരു ഒക്കെ ഇട്ട് ഈ ഒരു കറി കണ്ടിരിക്കും. ചക്കക്കുരു നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. അതിന് പകരമായിട്ട് കിഴങ്ങും ഉപയോഗിക്കാം. കിഴങ്ങ് ഉപയോഗിച്ചെന്ന് വെച്ച് ഇതിൻ്റെ ടേസ്റ്റ് ഒട്ടും കുറയാൻ പോകുന്നില്ല കേട്ടോ. ഇനി മെയിൻ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം, എങ്കിലേ ആ തനി നാടൻ രുചി നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും കറിവേപ്പിലയും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സവാള ഇത് മൂന്നും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാടങ്ങ് ഗോൾഡൻ കളറിലോട്ട് മൂക്കുകയോ അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇത് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളിലൂടെ ചേർത്ത് കൊടുക്കാം. കിഴങ്ങ്, മുരിങ്ങക്കായ, പിന്നെ പച്ചമാങ്ങ നമ്മൾ എടുക്കുമ്പോൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ച് മാങ്ങ കുറച്ച് കൊടുത്താൽ മതി. പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ ഒരു 1.5 മാങ്ങ വരെയെങ്കിലും എടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ താരമായ കൊഞ്ചിനെയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് വേകാൻ ആവശ്യമായ വെള്ളവും ഉപ്പും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. ഇത് വേകാൻ നമുക്ക് അധിക സമയമൊന്നും വേണ്ട, ഒരു 10 to 15 മിനിറ്റ് അതിനുള്ളിൽ ഇത് വേവും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാനൊരു മിക്സ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 കൈപ്പിടി അളവിൽ തേങ്ങ ചിരകിയതും, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും, 4-5 വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു കറിക്ക് ഏത് തിക്നെസ്സിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു തിക്നെസ്സിനനുസരിച്ച് വെള്ളവും ചേർത്തൊന്ന് നൈസായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. നൈസായിട്ട് പേസ്റ്റ് ചെയ്ത ഈ മിക്സ് നമ്മൾ ആ വെന്ത് വന്ന കറിക്കൂട്ടിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കുന്ന സമയത്ത് തീ കൂട്ടി വെച്ച് അത് ഒരുപാട് നേരം തിളപ്പിക്കാൻ നിൽക്കണ്ട. അങ്ങനെ തിളപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കറിയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. തീ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിയുടെ ആ അരപ്പിൻ്റെ ഒരു പച്ച ചുവ മാറുന്നതും വരെ മതി. കറി റെഡിയായി കേട്ടോ. കാണാൻ നല്ല രസമില്ലേ? കാണാൻ മാത്രമല്ല ടേസ്റ്റും സൂപ്പറാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ഇവരൊരൊറ്റ ആൾ മതി കേട്ടോ. നമ്മളൊരു പ്ലേറ്റ് ചോറ് വരെയൊക്കെ ഇരുന്നിരിപ്പിൽ കഴിച്ചു പോകും. എന്തായാലും ഇനി പച്ചമാങ്ങയും കൊഞ്ചും കിട്ടുമ്പോൾ ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഈ ടേസ്റ്റി വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചാനലും കൂടെ ഒന്ന് മറക്കാതെ ഫോളോ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ കാണാം നമുക്ക്.